ഹായ് ഗൈസ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുമ്മുട്ടിയിട്ട് ഉള്ളൊരു റെസിപ്പി ആയിട്ടാണ്. കുമ്മുട്ടിയിട്ട് അങ്ങനെയുള്ള റെസിപ്പി എന്നൊന്നും പറയില്ല, ഞാൻ ഉണ്ടാക്കിയ സാധനം. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ പൊട്ടത്തിയാണോ പഞ്ചസാരയും പാൽപ്പൊടി ഇട്ട് തിന്നാൻ. കുമ്മുട്ടി പഞ്ചസാരയും പാൽപ്പൊടി ഇട്ട് തിന്നാൻ ഞാൻ എന്താ പൊട്ടത്തിയാണെന്ന് വിചാരിക്കലുണ്ടാവും ആൾക്കാർ. അപ്പോൾ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് ഇങ്ങനെ വിചാരിച്ചു. പാൽപ്പൊടി പഞ്ചസാര ഇങ്ങനെ ഇരിക്കണ കണ്ടപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടു. പിന്നെ പഞ്ചസാരൻ്റെ അടുത്ത് തന്നെ അത് പാൽപ്പൊടി ഇരിക്കണം. പിന്നെ പാൽപ്പൊടി കൂടി ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സ്കൂപ്പ് മോഡലിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പാത്രത്തിൽ നിന്ന്. അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ രണ്ടും കൂടി ഇട്ടു. ഇതാണ് ആ സാധനം. നമുക്ക് കഴിച്ചോക്കാം. നല്ല പാൽപ്പൊടിയുള്ള സ്പേസിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. ഇതാണ് നല്ല പാൽപ്പൊടിയുള്ള സ്പേസ്. നമുക്ക് ഇവിടെ നിന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനിടയിൽ ഇതൊക്കെ ജെല്ലി മിഠായി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ റെഡ് കളർ കിട്ടും. ശരിക്കും എനിക്ക് ഗ്രീനാണ് ഇഷ്ടം. അതിലുള്ള ഗ്രീനാണ് ഏറ്റവും കൂടുതൽ രസം. ഞാൻ അത്ര ബാബായി പറഞ്ഞു പോകുന്ന നിങ്ങൾ വിചാരിച്ചല്ലേ എന്ന് ഞാൻ പോയിട്ടില്ല. അപ്പോൾ നമുക്കിതൊക്കെ ഫുഡ് തിന്നാം നമുക്ക്, അല്ലെങ്കിൽ പകുതിയെങ്കിലും ഇത് തിന്നിട്ടേ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ആൻറ്റിൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ ആൻറ്റിൻ്റെ മോൻ. അതിന് ഞാനൊരു ഊബ്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ പാർട്ട് 2 വരികയാണ്. ഇത് പാർട്ട് 1 ആണ്. അടുത്ത വീഡിയോ പാർട്ട് 2 ഊബ്ലക്കിൻ്റെ ഉണ്ടാവും. ഊബ്ലക്ക് ഉണ്ടാക്കണതല്ല, ഊബ്ലക്ക് ഞാൻ തൊട്ട് കളിക്കണം. പാൽപ്പൊട്ട ഭാഗം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിതാ കഴിക്കണം. രണ്ടെണ്ണം കട്ടെടുത്ത എൻ്റെ അനിയത്തിനെ കൊണ്ട് ഞാൻ എന്താ പാൽപ്പൊടി ഇവിടെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ മെൽറ്റ് ആവുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അതിനകത്ത് നിൽക്കാം. ഞാൻ വെച്ചിരിക്കില്ല.